പതിറ്റാണ്ടുകൾക്ക് മുമ്പേ AI എന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ചരിത്രം വളരെ കൗതുകകരമാണ്. കമ്പ്യൂട്ടറുകൾക്കോ യന്ത്രങ്ങൾക്കോ മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. 1950 പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ അലൻ ട്യൂറിംഗ് യന്ത്രങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉന്നയിക്കുകയും ഒരു യന്ത്രത്തിന് മനുഷ്യനെ പോലെ ബുദ്ധിയുണ്ടെന്ന് പരിശോധിക്കാനായി ട്യൂറിംഗ് ടെസ്റ്റ് എന്ന ആശയം അവതരിപ്പിക്കുകയും ചെയ്തു. 1956 അമേരിക്കയിലെ ഡാർട്ട്മൌത്ത് കോളേജിൽ നടന്ന ഒരു കോൺഫറൻസിലാണ് ജോൺ മക്കാർത്തി ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പദം ഉപയോഗിച്ചത്. അതിനാൽ അദ്ദേഹത്തെ AI പിതാവ് എന്ന് കണക്കാക്കുന്നു. 1950-1970 കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറുകൾക്ക് ലളിതമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഗണിതശാസ്ത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും കഴിഞ്ഞു. 1966 MIT റിസർച്ച് യൂണിവേഴ്സിറ്റി ആദ്യത്തെ ചാറ്റ്ബോട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന എലിസ വികസിപ്പിച്ചു. ഇത് മനുഷ്യരുമായി ലളിതമായി ആശയവിനിമയം നടത്തുന്ന രീതിയിലായിരുന്നു രൂപകൽപ്പന ചെയ്തത്. AI ആദ്യകാല വിജയങ്ങൾ വലിയ പ്രതീക്ഷകൾ നൽകിയെങ്കിലും 1974-1980 കാലഘട്ടത്തിൽ യഥാർത്ഥ ലോകത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അന്നത്തെ സാങ്കേതിക വിദ്യക്ക് കഴിഞ്ഞില്ല. ഫലമായി ഗവേഷണങ്ങൾക്കുള്ള ഫണ്ടും താല്പര്യവും കുറഞ്ഞു. ഈ കാലഘട്ടത്തെ AI വിന്റർ എന്നാണ് വിളിക്കുന്നത്. 1980കളിൽ മനുഷ്യരുടെ അറിവും അനുഭവവും കമ്പ്യൂട്ടറിലേക്ക് നൽകി തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന എക്സ്പേർട്ട് സിസ്റ്റം വന്നതോടെ AI വീണ്ടും സജീവമായി. 1997 IBM വികസിപ്പിച്ച ഡീപ് ബ്ലൂ എന്ന സൂപ്പർ കമ്പ്യൂട്ടർ അന്നത്തെ ലോക ചെസ് ചാമ്പ്യനായ ഗാരി കാസ്പറോവിനെ പരാജയപ്പെടുത്തിയത് വലിയൊരു നാഴികക്കല്ലായിരുന്നു. ഇന്റർനെറ്റിന്റെ വ്യാപനവും കമ്പ്യൂട്ടറുകളുടെ വേഗത വർദ്ധിച്ചതും AIക്ക് വലിയ കുതിപ്പേകി. കമ്പ്യൂട്ടറുകൾ സ്വയം പഠിക്കാൻ തുടങ്ങിയതോടെ സ്മാർട്ട് ഫോണുകളിലും മറ്റും AI സജീവമായി. സിരി, അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ് തുടങ്ങിയ ഉദാഹരണങ്ങളാണ്. 2022 ChatGPT പുറത്തിറങ്ങിയതോടെ പുതിയ കഥകൾ എഴുതാനും ചിത്രങ്ങൾ വരയ്ക്കാനും കോഡിംഗ് ചെയ്യാനും AIക്ക് സാധിക്കുമെന്ന് ലോകം തിരിച്ചറിഞ്ഞു. സ്വയം ഓടുന്ന കാറുകളും രോഗനിർണയ സംവിധാനങ്ങളും ഇന്ന് AI ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. ഇന്ന് വൈദ്യശാസ്ത്രം, വിദ്യാഭ്യാസം, ഗതാഗതം, സിനിമ തുടങ്ങിയ എല്ലാ മേഖലകളിലും AIയുടെ സ്വാധീനമുണ്ട്. ഇതുപോലുള്ള ചരിത്ര വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.